പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ഡിസംബർ 1 മുതൽ 19 വരെ. സമ്മേളനത്തിൽ ക്രിയാത്മകമായ ചർച്ച പ്രതീക്ഷിക്കുന്നുവെന്ന് പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു പറഞ്ഞു. പി ബസന്ത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബസന്ത്, SIR-മായി ബന്ധപ്പെട്ടൊക്കെ പല പരാതികൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പാർലമെന്റിലേക്ക് കൂടി എത്തുമോ? ഡിസംബർ 1 മുതൽ 19 വരെയാണ് ഇപ്പോൾ ശൈത്യകാല സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇത്ര വൈകി ശൈത്യകാല സമ്മേളനം തുടങ്ങുന്നത്. സാധാരണ നവംബർ പകുതിയോടെ തുടങ്ങുകയും ഡിസംബർ ക്രിസ്മസിന് തൊട്ട് മുമ്പ് അവസാനിക്കുകയും ചെയ്യുന്ന തരത്തിൽ ഏകദേശം 1.5 മാസമാണ് സമ്മേളനം ചേരുന്നത്. ഇത് ഇപ്പോൾ 20 ദിവസമായി വെട്ടിച്ചുരുക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. സർക്കാരിന് കാര്യപരിപാടികളൊന്നും തന്നെ ഇല്ല, ബില്ലുകളൊന്നും പാസ്സാക്കാനില്ല, ചർച്ച അനുവദിക്കുകയുമില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കുന്നതെന്നാണ് ഇപ്പോൾ ജയറാം രമേശ് കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. FIR അടക്കമുള്ള വിഷയങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. പക്ഷേ ഈ ചുരുങ്ങിയ ഒരുപക്ഷെ 2 ആഴ്ച മാത്രം എടുക്കുന്ന ഈ സമ്മേളന കാലയളവിൽ എന്തെല്ലാമാണ് സർക്കാരിന്റെ കാര്യപരിപാടി എന്ന് വ്യക്തമായിട്ടുമില്ല. ശരി.